നമസ്കാരം. അരിക്കും ഗോതമ്പിനും പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ്. മില്ലറ്റ്സിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് മുമ്പ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മില്ലറ്റ് കൊണ്ട് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ചോറ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വെള്ളരി ചോറിന് പകരമായിട്ട് ഉച്ചയ്ക്കൊക്കെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. മില്ലറ്റിലേക്ക് മാറുന്നതിനുള്ള പ്രധാന കാരണം ഫൈബർ കണ്ടൻ്റാണ്. അരിയേക്കാളും ഗോതമ്പിനേക്കാളും ഒരുപാട് കൂടുതൽ ഫൈബർ മില്ലറ്റ്സിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോറ് തയ്യാറാക്കിയെടുക്കാം നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. മില്ലറ്റ് കഴിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഡോക്ടർ ഖാദർ വലി അദ്ദേഹമാണ് മില്ലറ്റിനെ കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടത്തിയതും മില്ലറ്റിനെ കുറിച്ച് ഇത്ര ഗുണങ്ങളുണ്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് മില്ലറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പാകം ചെയ്യുമ്പോൾ അതിനെടുക്കുന്ന വെള്ളം കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ച വെള്ളം വേണം. അല്ലെങ്കിൽ കോപ്പർ റോഡ് ചെറിയ പ്ലേറ്റുകളൊക്കെ കോപ്പറിൻ്റെ ചെറുതായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ആമസോണിലും കിട്ടുന്നുണ്ട്. അത് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വയ്ക്കുന്ന പാത്രത്തിൽ 8 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം ഈ വെള്ളം ശുദ്ധീകരിക്കപ്പെടും. അപ്പം ഈ വെള്ളം വേണം നമ്മൾ മില്ലറ്റ് കുക്ക് ചെയ്യാനും നമ്മൾ കുടിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൂടി ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ഈ മില്ലറ്റ് റോഡ് ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അദ്ദേഹം തന്നെ പറഞ്ഞ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എടുത്ത വെള്ളം വേണം നമ്മളെപ്പോഴും മില്ലറ്റ് കുതിർത്ത് വയ്ക്കാൻ ഉപയോഗിക്കാനും അതുപോലെ പാകം ചെയ്യാൻ ഉപയോഗിക്കാനും. ഇതാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കുതിർത്തെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മില്ലറ്റിന് 3 കപ്പ് വെള്ളമാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റിന് വേണ്ടത്. അപ്പോൾ ഞാനിത് 3 കപ്പ് വെള്ളം ഒഴിച്ച് 8 മുതൽ 10 മണിക്കൂർ നമ്മളിത് കുതിർത്തെടുക്കണം. അപ്പോൾ അങ്ങനെ കുതിർത്തെടുത്തതാണ്. ഇനി ഈ വെള്ളം നമ്മൾ ഊറ്റിയെടുത്ത് ഈ വെള്ളത്തിലാണ് നമ്മൾ ഈ മില്ലറ്റ് പാകം ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഊറ്റിയെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. 3 കപ്പ്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തീയിലേക്ക് മാറ്റി ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വെള്ളം തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ചെറുതായി ഒന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബുൾ ഡ്രിവൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് കുറച്ചും കൂടി തിള വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റി വെച്ച ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 15 മുതൽ 20 മിനിറ്റാണ് എടുക്കാം മില്ലറ്റ് കുക്കായി വരാൻ. അപ്പോൾ അതിന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം വറ്റി വരികയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസ് ഈ സമയത്ത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഈ മൂടി കൊണ്ട് നന്നായിട്ടൊന്ന് അടച്ച് ഒരു 10-15 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നമ്മുടെ മില്ലറ്റ് ചോറ് കറക്റ്റ് വേവായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ഇനി ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇതുപോലെ അടച്ച് വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ഫോർക്ക് എടുത്ത് ഇത് പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ മില്ലറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട്. സാധാരണ ഉച്ചയ്ക്ക് ചോറിനതിൻ്റെ പകരമായിട്ട് ഇതുപോലെ മില്ലറ്റ് റൈസ് ഉപയോഗിക്കാവുന്നതാണ്. കറികളുടെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഇത് മില്ലറ്റ് റൈസ് ആണെന്നൊന്നും അറിയില്ല. ടേസ്റ്റ് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. ആദ്യം തന്നെ നമ്മളെടുക്കുന്ന മില്ലറ്റ് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. അപ്പം അതിനായിട്ട് ആദ്യം മില്ലറ്റ് എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം എത്ര വെള്ളമാണോ നമുക്ക് പാകം ചെയ്യാൻ ആവശ്യമുള്ളത് ആ വെള്ളത്തിൽ വേണം നമ്മൾ കുതിർത്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ തിനയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഫോക്സ് ടെയിൽ മില്ലറ്റ്. ഇത്
1 കപ്പ് തിന 2 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. 6 മുതൽ 8 മണിക്കൂർ നിർബന്ധമായും നമ്മൾ കുതിർത്തെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. ഇത് ഓൾറെഡി ഞാൻ കുതിർക്കാൻ വെച്ചിരുന്നു. ഇപ്പോൾ 8 മണിക്കൂറായി. ഇനി ഇത് പാകം ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം. മില്ലറ്റ് കുതിർത്ത് വെച്ച വെള്ളം എടുത്ത് ചേർത്ത് കൊടുക്കാം. കഴിവതും മൺപാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലാണ് അതിൻ്റെ ന്യൂട്രീഷൻ മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പരമാവധി നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒഴിവാക്കാം. മൺപാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളും ഉപയോഗിക്കാം. ഇത് തിളച്ച് വരുന്നത് വരെ ഒരു മൂടി വെച്ച് അടച്ചു വയ്ക്കാം. ചെറുതായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് ചേർത്ത് കൊടുക്കണം. മില്ലറ്റ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം, അല്ലെങ്കിൽ തിളച്ച് താഴേക്ക് പോകും. ഇതിടയ്ക്ക് തുറന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മൺപാത്രത്തിലായതുകൊണ്ട്. ഇനി ഇത് കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കാണുമ്പോൾ ഒരുവിധം വെള്ളം വറ്റിയിട്ടുണ്ട്, എന്നാൽ കുറച്ചും കൂടി വെള്ളമുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇതുപോലെ. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം ഇത് മൂടി കൊണ്ട് നന്നായിട്ട് അടച്ച് ഒരു 5-10 മിനിറ്റ് വയ്ക്കും. അപ്പോൾ ഇതിനി ബാക്കി വേവാനുള്ളത് അതിലിരുന്ന് വെന്ത് വരും. ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ തുറന്നു. ഇതിപ്പോൾ കാണുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോർക്ക് വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോഴാണ് ശരിക്ക് ഓരോ അരിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരിക. ഇതുപോലെ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് അരിയുടെ പോലെ അത്ര വലിയ മണികളല്ലാത്തതുകൊണ്ട് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുഴഞ്ഞ മാതിരിയൊക്കെ തോന്നും, പക്ഷെ കഴിക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഇതിൽ ഉപ്പ് ചേർത്തിരുന്നില്ല, വേണമെന്നുള്ളവർക്കാണെങ്കിൽ വേവിക്കുമ്പോൾ ചേർക്കാം. വരക് അരി അല്ലെങ്കിൽ കോഡോ മില്ലറ്റ് ഉപയോഗിച്ച് മൺകലത്തിൽ എങ്ങനെയാണ് ചോറ് തയ്യാറാക്കുക എന്നുള്ളതാണ്. കോഡോ മില്ലറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് ഒരു ചുവപ്പ് നിറത്തിലേക്കാണ് വരിക. പക്ഷെ നമ്മൾ പോളിഷ്ഡ് മില്ലറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്യുവർ വൈറ്റ് കളറിൽ തന്നെയായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് തന്നെ അൺപോളിഷ്ഡ് മില്ലറ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ അൺപോളിഷ്ഡ് മില്ലറ്റ് നിങ്ങൾക്ക് കിട്ടാറില്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന ബ്രാൻഡിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇതിന് ചെറുതായ ഒരു ചുവപ്പ് നിറം ഉള്ളത് കൊണ്ട് തന്നെ കഴുകിയെടുക്കുമ്പോൾ വെള്ളം നല്ല ഡാർക്ക് കളറിലായിരിക്കും വരിക. അത് പേടിക്കാനൊന്നുമില്ല, നാച്ചുറലാണ്. ഇനി അതിന് ശേഷം നമ്മളിത് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. മില്ലറ്റ് കുതിർക്കാൻ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ച വെള്ളമാണെങ്കിൽ ഗുണം കുറച്ചും കൂടിയും കൂടും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ സോക്ക് ചെയ്തെടുത്തു. ഇത് 8 മണിക്കൂർ സോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ വെള്ളം നല്ല റെഡ് കളറിലാണ് വന്നത്. അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല. കോഡോ മില്ലറ്റ് ആകുമ്പോൾ അത് നാച്ചുറലായിട്ട് അങ്ങനെ തന്നെയാണ് വരിക. ഇതിപ്പോൾ 1 കപ്പ് മില്ലറ്റിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ കുതിർത്തെടുത്തിരിക്കുന്നത്. ഇനി ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ മില്ലറ്റ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം അടുപ്പിലൊരു മൺപാത്രം വെച്ച് അതിലേക്ക് മില്ലറ്റ് കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മില്ലറ്റ് ചേർത്ത് കൊടുക്കുക. ഈ മില്ലറ്റ് കുതിർത്തെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയായി. അതിൻ്റെ ആ റെഡ് കളറൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇനി വെള്ളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. ബുൾ റിബൺ ഓയിലാണ് ശരിക്കും ചേർക്കേണ്ടത്. അപ്പം അതൊന്നും ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ കോൾഡ് പ്രസ്ഡ് ഓയിൽ ചേർക്കാണ്. ഇനി ഇതൊന്നും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഈ മില്ലറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം.
അടച്ചു വയ്ക്കുമ്പോൾ മുഴുവനായിട്ട് അടച്ചു വയ്ക്കാതെ ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പാചകം ചെയ്തെടുക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാറില്ല പാചകം ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുള്ളവരാണെങ്കിൽ ഈ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെള്ളം വറ്റാനേ ഉള്ളൂ. അപ്പോൾ അത് വെള്ളം വറ്റുന്നത് വരെ ഒരുവിധം വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നന്നായി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കറക്റ്റ് പരിവായി വന്നത്. മില്ലറ്റ് എപ്പോഴും ഇതുപോലെ ഓപ്പൺ വെസലിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് മൺപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. കുക്കർ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്കിതിന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇളക്കാനായിട്ട് ഫോർക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മില്ലറ്റ് റൈസ് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മില്ലറ്റ് ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോറിന് ഉപയോഗിക്കുന്ന കറികളുടെ കൂടെയൊക്കെ കഴിക്കാം. കൂട്ടിയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും അറിയില്ല. ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് ഉപയോഗിച്ച് ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓരോ മില്ലറ്റ് ഉപയോഗിച്ച് ചോറ് തയ്യാറാക്കുമ്പോഴും അതിനുപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഓരോ മില്ലറ്റും വ്യത്യസ്തമായിട്ട് ചോറ് തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിന്ന് ചാമ ഉപയോഗിച്ച് ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചാമ അരി എടുത്ത് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് നമ്മൾ കുതിർക്കാനായിട്ട് വെക്കണം. ഇതിപ്പോൾ 1 കപ്പ് ചാമരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് 6 മുതൽ 8 മണിക്കൂർ വരെ ഞാൻ കുതിർത്തെടുത്തതാണ്. നമ്മൾ കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ചതോ അല്ലെങ്കിൽ കോപ്പർ റോഡ് ഇട്ടിട്ട് സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ മൺപാത്രത്തിലോ സൂക്ഷിച്ചതായിട്ടുള്ള വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് മില്ലറ്റൊക്കെ കുക്ക് ചെയ്യുമ്പോൾ. ഞാനിത് കോപ്പർ പാത്രത്തിൽ സൂക്ഷിച്ച വെള്ളമാണ്. കോപ്പർ പാത്രത്തിലാണ് വെള്ളം സൂക്ഷിക്കണമെങ്കിൽ അതിൻ്റെ ഒരു അവസാനത്തെ കാൽഭാഗം വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൽ കോപ്പറിൻ്റെ അംശം കൂടുതലുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളം ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കത് വേവിച്ചെടുക്കാം. മൺപാത്രങ്ങളിൽ വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണങ്ങൾ കൂടുതൽ കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ വേവിക്കാൻ ഉപയോഗിച്ച 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഈ വെള്ളം തിളയ്ക്കാൻ അനുവദിക്കാം. വെള്ളം ചെറുതായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ബുൾ ഡ്രിവൺ ഓയിൽ ഉപയോഗിക്കണം എന്നാണ് ഡോക്ടർ കാദർവല്ലി പറയുന്നത്. ബുൾ ഡ്രിവൺ ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ ആട്ടിയെടുത്ത എണ്ണയാണ്. ഇതിനാവുമ്പോൾ നമ്മൾ മെഷീനിൽ ഉണ്ടാക്കുന്ന പോലെ അധികം ടെമ്പറേച്ചറൊന്നും കൂടുന്നില്ല എണ്ണയ്ക്ക്. അതുകൊണ്ട് തന്നെ എണ്ണയുടെ ഗുണങ്ങൾ മുഴുവൻ അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ എണ്ണ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ എണ്ണ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചാമ ചേർത്ത് കൊടുക്കാം. ചാമ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു അടപ്പ് കൊണ്ട് അടച്ച് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പതിനഞ്ച് മുതൽ 20 മിനിറ്റ് വരെ എടുക്കും. നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അനുസരിച്ചിരിക്കും. ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കുകയാണ്. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു, ഒരുവിധം വെള്ളം വറ്റി വന്നു. ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് നല്ല ഒട്ടിയിരിക്കുന്ന മാതിരി തോന്നും. അത് നന്നായി ചൂടാറി വരുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് 10 മിനിറ്റ് അടച്ചു വെക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. സ്പൂൺ വെച്ച് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റില്ല, ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ നേരത്തെ നല്ല ഒട്ടിയിരിക്കുന്നത് പോലെയാണ് തോന്നിയത് റൈസ് കണ്ടപ്പോൾ. ഇപ്പോൾ ഡ്രൈ ആയി വരും തോറും ഇത് ശരിക്ക് ചോറ് പോലെ തന്നെ വന്നോളും. നമ്മൾ സാധാരണ ചോറ് പോലെ തന്നെ നമ്മൾ മില്ലറ്റ് വേവിക്കുമ്പോഴും ഉപ്പിടേണ്ട ആവശ്യമില്ല. കറികൾ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചോറ് തയ്യാറായിട്ടുണ്ട്. ബ്രൗൺ ടോപ്പ് മില്ലറ്റ്, അതുപോലെ തിന, അതുപോലെ വരക്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചോറ് റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന പോലെ തന്നെ ചോറ് തയ്യാറാക്കി എടുക്കാം.